ഇരവാൻ പാർത്ഥന്റെ 4 പുത്രന്മാരിൽ ഒരുവൻ. അർജുനന് നാഗസ്ത്രീയായ ഉലൂപിയിൽ പിറന്ന മകനാണ് ഇരവാൻ. ധനുർശാസ്ത്രത്തിൽ വളരെയധികം പ്രാവീണ്യം നേടിയിട്ടുള്ള ഇരവാൻ മഹായുദ്ധത്തിലും പ്രഗത്ഭനായിരുന്നു. തനിക്കു ജന്മം നൽകിയ പിതാവിൻ്റെ ജീവനു വേണ്ടി സ്വയം സമർപ്പിക്കാമെന്ന മനഃശക്തിയുടെ ഉജ്ജ്വല പ്രതീകമാണ് ഇരവാൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയത്തിനായി ബലി വേണമെന്നറിഞ്ഞപ്പോൾ ആരും മുന്നോട്ട് വരാൻ തയ്യാറായില്ല. അപ്പോൾ സ്വന്തം ജീവിതത്തിൻ്റെ മാധുര്യവും യൗവനത്തിൻ്റെ സ്വപ്നങ്ങളും പിതാവിന് വേണ്ടി ത്യജിച്ച് തൻ്റെ ജീവൻ തന്നെ ആവട്ടെ പിതാവിനും സത്യത്തിനും വേണ്ടിയുള്ള സമർപ്പണമെന്ന് പറഞ്ഞ് ഇരവാൻ മുന്നോട്ട് വന്നു. അവൻ്റെ മരണം വേദനാജനകമായിരുന്നു. എന്നാൽ ഇരവാന്റെ മുഖത്ത് ദുഃഖമല്ല തെളിഞ്ഞത്, മറിച്ച് സന്തോഷത്തിൻ്റെ പ്രകാശമായിരുന്നു. കാരണം തൻ്റെ പിതാവിൻ്റെ വിജയത്തിനും സത്യധർമ്മത്തിൻ്റെ നിലനിൽപ്പിനുമാണ് തൻ്റെ ജീവൻ കൊടുക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. നാം ജീവിക്കുന്ന ഇന്നത്തെ സമൂഹം അതിനൊക്കെ വിപരീതമായ കാഴ്ചകളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പിതാവായ പുരൂരുവസിനു വേണ്ടി തൻ്റെ യൗവനം ദാനം നൽകിയ മഹാനായ യയാതിയെപ്പോലെ, തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യൗവനവുമെല്ലാം പിതാവായ ശന്തനു മഹാരാജാവിന് വേണ്ടി ത്യജിച്ച ഭീഷ്മ പിതാമഹനെ പോലെ സ്വന്തം പിതാവിൻ്റെ അഭിമാനത്തിനും വിജയത്തിനും വേണ്ടി സ്വയം അർപ്പിക്കുകയായിരുന്നു ധീരനായ ഇരവാൻ. ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നതിക്കും വേണ്ടി സ്വയം ഒഴിഞ്ഞുവെച്ച മാതാപിതാക്കളെ ചിലർ പിന്നീട് ഒരു ഭാരമായി കണ്ട് തെരുവുകളിലേക്കും അഭയമന്ദിരങ്ങളിലേക്കും ക്ഷേത്ര പരിസരങ്ങളിലേക്കും തള്ളിവിടുന്നു. അവിടെ നാം കാണുന്നത് സ്നേഹത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ച് തികച്ചും സ്വാർത്ഥത നിറഞ്ഞ പച്ചപ്പരിഷ്കാരത്തിൻ്റെ ഉച്ഛിഷ്ടം പേറുന്ന പണത്തിനു വേണ്ടി കൊതിക്കുന്ന ഒരു തലമുറയുടെ സംസ്കാരശൂന്യതയുടെ ക്രൂര ചിത്രമാണ്. ഇരവാന്റെ ജീവിതകഥ യുവതലമുറ വീണ്ടും കേൾക്കട്ടെ. അവൻ്റെ മഹാമനസ്കത നമ്മുടെ ഹൃദയങ്ങളിൽ വീണ്ടും തെളിഞ്ഞുയരട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് പണമോ അധികാരമോ ഒന്നുമല്ല, മറിച്ച് മാതാപിതാക്കളുടെ സ്നേഹം തുളുമ്പുന്ന അനുഗ്രഹം ഒന്നു മാത്രമാണെന്ന് നാം എന്നും തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, നായർ ഫാമിലി യൂണിറ്റി മസ്കറ്റ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഇരവാൻ. അറിവാകും മന്ദര പർവ്വത ശ്രേണിയാൽ അമൃതാകും ക്ഷീരാക്ഷരം കടഞ്ഞെടുക്കാൻ അഴലാഴിയാമരങ്ങിൻ്റെ തീരത്തായി അജ്ഞാനത്തിൻ ജരാനരബാധിതർ ഞങ്ങൾ, അജ്ഞാനത്തിൻ ജരാനരബാധിതർ ഞങ്ങൾ. അമ്മേ ദേവി, അമ്മേ ദേവി, അമ്മേ അമ്മേ ദേവി, അമ്മേ അമ്മേ ദേവി, അമ്മേ ദേവി, അമ്മേ അമ്മേ ദേവി, ഈ മക്കളെ കാത്തോളണേ. അമ്മേ ദേവി, അമ്മേ ദേവി, അമ്മേ ദേവി, ദേവി 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 ദേവി.
ദേവി, അവിടുത്തെ തിരുരൂപം എത്ര കണ്ടാലും മതിയാവില്ല. അമ്മേ മഹാമായി, അമ്മേ ഒന്ന് നോക്കി നടക്കണേ. എന്താ ഇവിടുത്തെ ഒരു തിരക്ക്? ചേട്ടാ, ഇവിടെ ആദ്യം തൊഴുതിട്ട് നമുക്ക് കീഴ്ക്കാവില് വിളക്ക് വയ്ക്കാൻ പോകാം. ശരി, അപ്പോൾ നമുക്ക് അമ്മയെ കൂടെ കൊണ്ടുപോകാം. ദേവിയെ ഒന്ന് കാണാൻ എത്ര നേരമാ നമ്മൾ തിരക്കിൽ നിന്നത്. ഓ, എൻ്റെ കാല് വേദനിക്കുന്നു മക്കളെ. എന്നാലും എനിക്ക് കീഴ്ക്കാവിൽ പോയി ദേവിയെ ഒന്ന് തൊഴണം. മക്കളെ, എവിടെയെങ്കിലും കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് പോയാലോ? അമ്മേ, അമ്മയ്ക്ക് വയ്യെങ്കിൽ അമ്മ ഇവിടെ തന്നെ ഇരുന്നോളൂ. ഞങ്ങൾ വേഗം പോയിട്ട് വരാം. അമ്മമ്മേ, ഞങ്ങൾ വേഗം വരാട്ടോ. അമ്മേ, ദേ വെള്ളം കുടിക്കുക. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ കാലിൻ്റെ വേദനയൊക്കെ കുറയും. അച്ഛ, എന്ന് വന്നാലും ഒന്നും കാണാൻ സമയം കിട്ടാറില്ല. എനിക്ക് ഇവിടെ എല്ലാം ചുറ്റി നടന്നൊന്ന് കാണണം. പിന്നെ 1-2 ടോയ്സ് വാങ്ങണം. അതെ, കഴിഞ്ഞ തവണ വന്നപ്പോഴും ഒന്നും കാണാനും വാങ്ങാനും കഴിഞ്ഞില്ല. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. എവിടെ ചെന്നാലും ഈ നശിച്ച കാലുവേദന കാരണം മറ്റുള്ളവർക്ക് ഒരിടത്തും സമാധാനമായി ഒന്ന് പോകാൻ പറ്റില്ല. എന്നാൽ വീട്ടിലെങ്ങാനും അടങ്ങിയൊതുങ്ങി ഇരിക്കാൻ പറഞ്ഞാലോ, അതും കേൾക്കില്ല. എന്തൊരു കഷ്ടമാണ്. ആ, അമ്മയ്ക്കും എന്തോ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നല്ലോ. മോനെ, ദേവിയുടെ ഒരു നല്ല ഫോട്ടോ വാങ്ങണം. നമ്മുടെ വീട്ടിലിരിക്കുന്നതൊക്കെ പഴയതായി. അച്ഛ, എനിക്ക് തിളങ്ങുന്ന കുറെ കുപ്പിവളയും വാങ്ങണം. അതെ, നിങ്ങളൊന്ന് വരുന്നുണ്ടോ? അമ്മേ മഹാമായേ, എൻ്റെ മക്കൾ ഇതുവരെ വന്നില്ലല്ലോ. എവിടെ പോയി മക്കളെ നിങ്ങൾ? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയതല്ലേ നിങ്ങൾ? മക്കളെ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ എൻ്റെ കുഞ്ഞുങ്ങള്? എന്നെ ഇവിടെ ഇരുത്തിയിട്ട് അവര് കീഴ്ക്കാവിൽ തൊഴാൻ പോയതാ. ഇതുവരെ ആയിട്ടും അവര് വന്നില്ലല്ലോ. അമ്മേ, ഞങ്ങൾ അമ്മയുടെ മക്കളെ കണ്ടില്ലല്ലോ. അയ്യോ, ആരെങ്കിലും കണ്ടോ എൻ്റെ കുഞ്ഞുങ്ങളെ? ഞാൻ പറഞ്ഞിട്ട് ഭഗവതിയുടെ ഒരു ചിത്രം വാങ്ങാൻ പോയതാ അവര്. ചിലപ്പോ എന്നെ തേടി നടക്കുന്നുണ്ടാവും. എന്റെ ഭഗവതി, മക്കളെ, എന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഒന്ന് കൊണ്ടുപോകാവോ? എവിടെയാ അമ്മയുടെ മക്കളുള്ളത്? അറിയില്ല മോനെ. അവരെന്നെ ഇവിടെ ഇരുത്തിയിട്ട് കീഴ്ക്കാവിൽ തൊഴാൻ പോയതാ. മക്കൾ കൊണ്ട് നട തള്ളിയതാണ്. ഇതിവിടുത്തെ പതിവ് കാഴ്ചയാണ്. അമ്മേ, ക്ഷമിക്കണം. അമ്മ പറഞ്ഞ അടയാളങ്ങളുള്ള ഒരു സ്ത്രീയും പുരുഷനും കുട്ടിയും കൂടി കാറിൽ കയറി പോകുന്നത് കണ്ടു. പലപ്പോഴും ഇതുപോലെയാണ് നടക്കാറ്. ചില മക്കൾ പ്രായമായ അവരുടെ മാതാപിതാക്കളെ അമ്പലനടയിൽ ഉപേക്ഷിച്ചു പോകാറുണ്ട്. അയ്യോ, എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല.
എൻ്റെ മോൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എൻ്റെ മക്കളെ കണ്ടില്ലല്ലോ. എവിടെ എൻ്റെ മക്കള്? എൻ്റെ മകനും ഭാര്യയും കുഞ്ഞും കീഴ്ക്കാവി തൊഴാൻ പോയതാ. എന്നെ എവിടെ ഇരുത്തിയിട്ട് അവരെവിടെയും പോവില്ല. എൻ്റെ കാലിന് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോ അവനാണ് സാരമില്ല അമ്മേ, ഭഗവതിയെ കാണുമ്പോ എല്ലാം മാറും എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ തൊഴാൻ കൊണ്ടുവന്നത്. അവരെന്നെ വിട്ടിട്ട് എവിടെയും പോവില്ല. അമ്മേ, അമ്മേ ഭഗവതി, എന്റെ ദേവി, എന്റെ മക്കളെ കാത്തോളണേ. അവർക്ക് ഒരാപത്തും വരുത്തല്ലേ. അമ്മേ, അമ്മേ ഭഗവതി, കാത്തോളണേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ, അമ്മേ നാരായണ, ദേവി നാരായണ. ഈ അമ്മയെ നമുക്കിവിടെ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ലല്ലോ. ഭദ്രേ നാരായണ. ഒരമ്മയുടെ കണ്ണുനീരും കണ്ടു നിൽക്കാൻ നമുക്ക് കഴിയില്ല. അമ്മേ, അമ്മ എഴുന്നേൽക്കൂ. അമ്മയെ ഒരിക്കലും ഞങ്ങൾ ഒറ്റയ്ക്കാക്കുകയില്ല. അമ്മയുടെ മക്കൾ വരുന്നതുവരെ അമ്മയെ ഇവിടെ അടുത്തുള്ള ഞങ്ങളുടെ വൃദ്ധസദനത്തിലേക്ക് വിശ്രമിക്കാനായി കൊണ്ടുപോകാം. അവിടെ അമ്മയെപ്പോലെ തന്നെ ഒരുപാട് പേരുണ്ട്. നിരവധി വയസ്സ് ചെന്ന അമ്മമാരും അച്ഛന്മാരും അവിടെയുണ്ട്. അവരോടൊപ്പം അമ്മയും സന്തോഷത്തോടെ സമയം ചെലവിടും. അമ്മേ, അമ്മയുടെ മകൻ കൈവിടുമ്പോഴും ലോകം മുഴുവൻ മക്കളായി നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. അമ്മയെ സ്നേഹിക്കാൻ ഞങ്ങളെപ്പോലെ അനവധി മക്കളുണ്ടെന്നറിഞ്ഞാൽ ഒരമ്മയും അനാഥയാവുകയില്ല. എന്റെ ദേവി, എന്റെ മകൻ കൈവിട്ടാലും നീ തന്നെയല്ലേ എനിക്ക് 1000 മക്കളെ സമ്മാനിച്ചത്. ഇനിയെങ്കിലും എന്നെ പോലെ അമ്മമാരെ ആരും അനാഥരാക്കരുത്. എന്റെ മോനെ ശപിക്കരുതേ ദേവി. എന്റെ അമ്മേ, അമ്മേ മാമായി, നീ തന്നെ ആശ്രയം. എന്റെ ദേവി. വൃദ്ധസദനത്തിൻ വാതിൽക്കലെത്തവേ വൃദ്ധയാം അമ്മ വ്യഥയോടെ നോക്കി. ചിത പോലെ കത്തിജ്വലിക്കുമാറുള്ള ചിന്തയാൽ ചിത്തം വെന്തു ചാരമായി ബാഷ്പമായുതിർന്ന ചുടുകണ്ണീർ തുടച്ചു നടന്നാളമ്മ. ആദ്യമായി തന്നുദരത്തിലിവൻ ആ ജന്മസ്വപ്നമായി പൂത്തതും നോവായി 10 മാസം ചുമന്നതും നൊന്തു പ്രസവിച്ചതും ഓർത്താളമ്മ. എന്നാൽ ഇന്നൊരു പ്രാർത്ഥനയുണ്ടുള്ളിൽ, ഞാൻ തിന്ന വേദന നിനക്കെത്താതിരിക്കുവാൻ. പിറക്കാതിരിക്കട്ടെ നിനക്കൊരു പുത്രൻ, അവൻ നീയാകാതിരിക്കട്ടെ, നീ ഞാനാകാതിരിക്കുവാൻ. ഓർക്കുക മക്കളെ, ഒരമ്മതൻ ശാപമല്ലിത്. പ്രപഞ്ചം നിറയും കനിവാണമ്മ. അമ്മതൻ സ്നേഹമില്ലെങ്കിലേ ഉലകം നിശ്ചലം, നിർജീവം, നിർവികാരം. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് ഉദ്ഘോഷിച്ച ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പുണ്യഭൂമി. ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും വാനപ്രസ്ഥത്തിലേക്കും
പിന്നെ സന്യാസത്തിലേക്കും. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും മനുഷ്യനെ പരീക്ഷിക്കുന്ന നിസ്സഹായതയുടെ പ്രതീകങ്ങൾ. മാതൃത്വത്തിൻ്റെ മഹത്തായ ത്യാഗം അതൊരു സാധാരണ കാര്യമല്ല. മാതാപിതാക്കൾക്കു വേണ്ടി ജീവൻ തന്നെ സമർപ്പിച്ച മഹാരഥന്മാർ അനവധി ജനിച്ചിട്ടുള്ള പുണ്യഭൂമി നമ്മുടെ ഭാരതം. അതിൻ്റെ മഹത്തായ ഉദാഹരണം സ്വന്തം ജീവൻ പിതാവിനും രാജ്യത്തിനുമായി സമർപ്പിച്ച ധീരപുരുഷൻ ഇരവാൻ. പാണ്ഡവരുടെ അജ്ഞാതവാസക്കാലം. 12 വർഷത്തെ അജ്ഞാതവാസത്തിനിടയിൽ ദ്രൗപദിയുമായുള്ള പ്രതിജ്ഞാലംഘന ഫലമായി 1 വർഷം അർജുനന് തീർത്ഥാടന മാർഗം തിരഞ്ഞെടുക്കേണ്ടി വന്നു. തീർത്ഥാടന വേളയിൽ ഒരു നാൾ അർജുനൻ ഗംഗാനദിക്കരയിലെത്തുന്നു. എന്തൊരു സുഗന്ധം, മത്ത് പിടിപ്പിക്കുന്നത് പോലെ. ആരുടെ സുഗന്ധമാണത്? എവിടെ നിന്നാണത് വരുന്നത്? ആരാണ് നീ? ഇത്രയും ലാവണ്യവതിയായ കന്യകയെ നീ ആരാണ്? ഹേ പാണ്ഡുപുത്ര, ഞാൻ ഉലൂപിക എന്ന നാഗകന്യകയാണ്. ഉലൂപിക? അത്ഭുതകരം, അഭൗമമായ സൗന്ദര്യം തന്നെ. ആര്യപുത്ര, നിന്റെ സാമീപ്യം പോലും എന്നെ ഉന്മത്തയാക്കുന്നു. നിന്നെ കണ്ട നിമിഷം മുതൽ ഞാൻ നിന്നിൽ അനുരക്തയായി. ഞാനൊരു തീർത്ഥാടകനാണ്. തീർത്ഥാടന മാർഗമധ്യേ ഒരു കന്യകയിൽ അനുരാഗം ജനിച്ചാൽ അത് പാപമെന്ന് ഭവതിക്കറിയില്ലേ? എനിക്കെല്ലാം അറിയാം പ്രഭു. പക്ഷേ എൻ്റെ ഹൃദയത്തെ നിയന്ത്രിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ മനസ്സ് നിന്നിൽ അലിഞ്ഞു ചേർന്നു. എന്നെ ഗാന്ധർവം ചെയ്ത് എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തന്നാലും. ഉലൂപി, നിന്റെ വാക്കുകളിൽ സത്യസന്ധതയും ഹൃദയത്തിൽ നിർമ്മലമായ സ്നേഹവുമുണ്ട്. വിധി തന്നെയാണ് നമ്മെ കൂട്ടിച്ചേർത്തത്. ശിവനമാകും സ്വർഗധാമം, ഹിമവനം പൂകും അഗ്നിവർഷം, പ്രണയകാവ്യാർത്ഥം പ്രഥമപർവം, മനസ്സിൻ മാംഗല്യം അടവി സാക്ഷ്യം. ശിവനമാകും സ്വർഗധാമം, ഹിമവനം പൂവും അഗ്നിവർഷം. ശരമുദിർത്തു കാമദേവനുള്ളിലായി, ചുറ്റും ശലഭം ചിന്തയിൽ അരികെ പുത്തൻ വേണുവാണു നീ, ഖഡ്ഗം
ശിവനമാകും സ്വർഗധാമം ഹിമവനം പോകും അഗ്നിവർഷം ഇരവാൻ 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 കാലഗതിയിൽ ഇരവാൻ വീര്യവും ധൈര്യവും നിറഞ്ഞ പോരാളിയായി വളർന്നു. അവൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം നേടുവാൻ അവിടെ എത്തി. പ്രണാമം ഭഗവാൻ. മകനെ ഇരവാൻ, നിന്റെ ആഗമനം നാം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഹേ പാർത്ഥതനയ, നീ ബുദ്ധിയിലും ശക്തിയിലും അർജുനന് തുല്യനാണ്. നിന്റെ ധൈര്യം വീരന്മാരുടെ ഇടയിൽ പ്രകാശം പരത്തുന്നു. നിന്റെ വീര്യം പാണ്ഡവർക്കൊരു ദിവ്യ കവചമായിരിക്കും. ഹേ ഭഗവാൻ, എൻ്റെ പിതാവായ അർജുനനെ പോലെ വില്ലുയർത്തി ധർമ്മത്തിൻ്റെ വഴിയിൽ ഞാൻ പോരാടും. എൻ്റെ രക്തത്തിൻ്റെ അവസാന തുള്ളി വരെ ഞാൻ അധർമ്മത്തിനെതിരെ നിലകൊള്ളും. ഭഗവാൻ, അവിടെ നിന്നെ അനുഗ്രഹിച്ചാലും. വീര, നിന്റെ ജന്മലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടട്ടെ. നിന്റെ ത്യാഗം കാലങ്ങളോളം ഈ ലോകം വാഴ്ത്തട്ടെ. അജ്ഞാതവാസം കഴിഞ്ഞു മടങ്ങിയെത്തിയ പാണ്ഡവർക്ക് ഒരു തുണ്ടു ഭൂമി പോലും കൊടുക്കില്ല എന്ന് കൗരവർ ഉറച്ചു നിന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ നടത്തിയ എല്ലാ അനുരഞ്ജന ചർച്ചകളും പരാജയപ്പെട്ടു. ധർമ്മ പുനഃസ്ഥാപനത്തിനുള്ള മഹാപോരാട്ടം ഇവിടെ ആരംഭിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധം. പാണ്ഡവരുടെ പാളയത്തിലേക്ക് തൻ്റെ പിതാവിനെയും പിതൃസഹോദരന്മാരെയും നേരിൽ കണ്ട് അനുമതി തേടാൻ വില്ലാളി വീരനായ ഇരവാൻ എത്തുന്നു. വാസുദേവൻ എൻ്റെ തേരാളിയായി എന്നോടൊപ്പം ഉള്ളിടത്തോളം ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. പാർത്ഥ, നിന്റെ ഹൃദയത്തിൽ എന്നോടുള്ള അചഞ്ചലമായ വിശ്വാസം തന്നെയാണ് നിന്റെ ശക്തി. ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകുമ്പോൾ നിന്റെ ഓരോ അമ്പും ധർമ്മത്തിൻ്റെ അഗ്നിയായിരിക്കും. നിന്റെ ഓരോ ചുവടും സത്യത്തിന് പ്രകാശം തീർക്കുന്ന പാതകളായിരിക്കും. ഓർക്കുക പാർത്ഥ, വിജയം നേടുന്നവനല്ല, ധർമ്മത്തിനു വേണ്ടി പോരാടുന്നവനാണ് യഥാർത്ഥ വീരൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയോ പേരെയാണ് ഇരാവൻ കൊന്നൊടുക്കിയിരിക്കുന്നത്. അതിശയകരമായൊരു വേഗത, അത്ഭുതകരമായൊരു ശക്തി. യുദ്ധഭൂമിയിൽ അവന്റെ സാന്നിധ്യം തന്നെ ശത്രുക്കൾക്കൊരു ഭീതിനാദം. അത്തരം ധീരവീരരെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഇടിമിന്നൽ പോലെയാണ് അവൻ ശത്രുക്കൾക്ക് മേൽ ചാടി വീഴുന്നത്. അഭിമന്യുവും ഘടോൽക്കജനും ഒട്ടും മോശമല്ല. ഒരുവൻ സിംഹത്തിന്റെ ചുവടുപോലെ മുന്നേറുന്ന ധീരൻ, മറ്റൊരുവൻ മലനിരകൾ കീറിപ്പൊളിക്കുന്ന കൊടുങ്കാറ്റ്. ഇവരുടെ വീര്യം കണ്ടപ്പോൾ കൗരവസേന ഭയന്നോടി. ഭഗവാൻ, പ്രണാമം പിതാമഹന്മാരെ. പുത്ര, നിന്റെ വീരപോരാട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഞങ്ങൾ. ഒരു ഉത്തമ പോരാളിയുടെ എല്ലാ ഭാവങ്ങളും ഈ ചെറിയ പ്രായത്തിൽ നീ യുദ്ധഭൂമിയിൽ പ്രകടമാക്കിയിരിക്കുന്നു. പിതൃസഹോദരന്മാരെ, എൻ്റെ കരുത്ത് എൻ്റെ സ്വന്തമല്ല. നിങ്ങളുടെ എല്ലാം അനുഗ്രഹവും സാക്ഷാൽ ഭഗവാന്റെ കൃപയും മാത്രമാണ്. നാളെ യുദ്ധഭൂമിയിൽ
മായാവികളായ രാക്ഷസന്മാരെയാകാം നമുക്കെതിരെ കൗരവർ അണിനിരത്തുക. മായായുദ്ധത്തിൽ എനിക്ക് ആരെയും തോൽപ്പിക്കാനാകും. മകനെ, അവരുടെ കരുത്ത് നിനക്ക് ഭേദിക്കാവുന്നതിനും അപ്പുറമാണ്. പാർത്ഥ, ഞാൻ ഇരവാനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾ പോയി വിശ്രമിച്ചോളൂ. ഇരവാൻ, നീ ധീരവീരനാണ്. നിന്റെ ധൈര്യത്തെക്കുറിച്ച് എനിക്ക് സംശയം ഒട്ടും തന്നെയില്ല. ഭഗവാൻ, അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനേയും ജയിക്കാനാകും. ശരി തന്നെ. പക്ഷേ അവിടുന്ന് പറഞ്ഞാലും നാളെ അലംബുഷിനെ നേരിടേണ്ടത് നിന്റെ പിതാവാണ്. അവന്റെ ദിവ്യാസ്ത്രത്തെ നേരിടാൻ അർജുനന് കഴിയില്ല. എന്ത്? എന്റെ പിതാവ് ഒരു രാക്ഷസന്റെ ബാണമേറ്റു മരിക്കുമെന്നോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതൊരിക്കലും സംഭവിക്കില്ല. എന്റെ പിതാവിനെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു മാർഗം പറഞ്ഞു തന്നാലും. നിനക്ക് മാത്രമേ നിന്റെ പിതാവിനെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനാവൂ. പക്ഷേ അതിനു നീ വലിയ വില നൽകേണ്ടി വരും. എന്റെ പിതാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്റെ ജീവൻ പോലും ബലി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. നാളെ അർജുനന് പകരം നീ അവനുമായി ഏറ്റുമുട്ടണം. ചെറുത്തു നിൽക്കാൻ കഴിയാതെ വരുന്ന വേളയിൽ അവൻ ആ ദിവ്യായുധം പ്രയോഗിക്കും. ആ ദിവ്യായുധം ഏറ്റുവാങ്ങാൻ ഈ ഇരവാൻ തയ്യാറാണ് പ്രഭു. ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ധർമ്മത്തിന് വേണ്ടി പൊരുതി മരിക്കാൻ അങ്ങനെ അനുവദിച്ചാലും. ഇരവാൻ, വിജയീ ഭവ. ഭഗവാനെ, വില്ലാളി വീരനായ അർജുനന്റെ മകനായി ജനിക്കാനായത് എൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ്. അദ്ദേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ കഴിയുക എന്നത് അതിലും വലിയ ഭാഗ്യം. മകനെ, നീ മനുഷ്യകുലത്തിന് തന്നെ ഒരു മാതൃകയാണ്. പിതാവിനു വേണ്ടി ജീവൻ അർപ്പിക്കാൻ തയ്യാറായ ധീരവീരൻ. കൗരവപ്പടയുമായുള്ള യുദ്ധത്തിൽ അലംബുഷൻ എന്ന മായാവി അസുരന്റെ അസ്ത്രമേറ്റ് ഇരവാൻ യുദ്ധഭൂമിയിൽ വീഴുന്നു. മകനെ, പിതാവേ, ധർമ്മത്തിനായി ഞാൻ എൻ്റെ ജീവൻ നൽകുന്നു. വിജയത്തിന്റെ പാത അത് ഇനി നിങ്ങൾക്കുള്ളതാണ്. അതെ, നിങ്ങൾക്കുള്ളതാണ്. ഭഗവാനെ, ഭഗവാനെ. മകനെ, ഇങ്ങനെ എങ്ങനെയാ നീ എന്നെ വിട്ടുപോകുന്നത്? ധൈര്യത്തിന്റെ പ്രതീകമായി നീ ഇത്രയും വേഗം അസ്തമിക്കുമെന്നോ? കൃഷ്ണ, എന്റെ മകൻ. പാർത്ഥ, ദുഃഖിക്കേണ്ട. ഇരവാൻ ധർമ്മത്തിനായി രക്തം ചൊരിഞ്ഞു. അവന്റെ നാമം മനുഷ്യരാശി ഉള്ളിടത്തോളം ആദരിക്കപ്പെടും. യുഗങ്ങളോളം അവൻ വീരതയുടെ ദീപസ്തംഭമായി പ്രകാശിക്കും. ഇനി അവൻ അമൃതമയമായ വീരത്തിന്റെ പ്രതീകമായി ലോക ചരിത്രത്തിൽ എന്നും ജീവിക്കും. എന്റെ ഭഗവാനെ കൃഷ്ണ, സ്വന്തം പിതാവിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത് ഇരവാനെ പോലെയുള്ള മക്കൾ ജീവിച്ച് ഈ ഭാരത മണ്ണിൽ ഇന്ന് സ്വന്തം മക്കൾ തന്നെ മാതാപിതാക്കളുടെ കണ്ണീരിന് കാരണമായി
കിടന്നിരുന്ന ഈ പെറ്റ വയറിന് വൃദ്ധസദനത്തിലേക്കുള്ള വഴിയാണല്ലോ അവൻ തുറന്നു തന്നത്. ഭഗവാനെ, എന്റെ കൃഷ്ണ. ഓർക്കുക മക്കളെ, ഒരമ്മതൻ ശാപമല്ലിത്. പ്രപഞ്ചം നിറയും കനിവാണമ്മ. അമ്മതൻ സ്നേഹമില്ലെങ്കിലേ ഉലകം നിശ്ചലം, നിർജീവം, നിർവികാരം. വിസ്മൃതിയിലാണ്ടതെല്ലാം പഴഞ്ചനെന്ന് മുദ്രകുത്തുന്ന സമൂഹമേ, മാതൃപഞ്ചകം ചൊല്ലിത്തന്ന ശ്രീശങ്കരന്റെ ഭൂമിയിൽ ജനിച്ച നമ്മൾ, ഇരവാനെ പോലെ പിതാവിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ഭാരതഭൂമിയിൽ ജനിച്ച നമ്മൾ, പൈതൃക സംസ്കാരത്തെ മറന്ന് അന്യ സംസ്കാരങ്ങളോട് ചേർന്ന് വൃദ്ധസദനങ്ങളെ കൂട്ടുപിടിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക. നമ്മുടെ പാത തന്നെ നമ്മുടെ മക്കൾ തിരഞ്ഞെടുക്കില്ലേ? വിതച്ചത് തന്നെ കൊയ്യില്ലേ? നിങ്ങളുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കാൻ ഇരവാൻ ഒരു പ്രേരണയായി തീർന്നുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി.